Hello, good afternoon. BPCC 111 വന്നിട്ട് കുറച്ച് ദിവസമായിട്ടില്ലേ കേട്ടോ. മിഡിൽ ഏജസ് തൊട്ടാണ് എടുക്കാനുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണോ? ഒന്ന് കൺഫേം ആക്കണേ. എങ്ങനെ ഉണ്ടാവും ക്ലാസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ നോക്കാം എന്തായാലും കേട്ടോ. നല്ല മഴയുണ്ട് ഇവിടെ. ഫസ്റ്റ് ചാപ്റ്റർ ആയതിനെക്കൊണ്ട് ഇത് തുടങ്ങാം. നമുക്ക് ലിങ്ക് ഗ്രൂപ്പുകളിലൊക്കെ അയച്ചോളൂ കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയതിനെക്കൊണ്ട് ഫ്രീ ക്ലാസ് ആണ്. ലിങ്ക് ഷെയർ ചെയ്തോളൂ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, ഓഡിബിൾ ആണല്ലോ എല്ലാവർക്കും? Okay. Middle Ages. The Middle Ages witnessed views of abnormality in Asia and Europe, while the scientific approach of Greek medicine was adopted by the Islamic world and flourished in the Middle East, in like Baghdad, Damascus, and Aleppo. അതായത് മിഡിൽ ഏജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്നോർമാലിറ്റി ഏഷ്യയിലും യൂറോപ്പിലൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ ഗ്രീക്ക് മെഡിസിന്റെ സയന്റിഫിക് അപ്രോച്ച് ഒക്കെ ആര് അഡോപ്റ്റ് ചെയ്തു? ഇസ്ലാമിക് വേൾഡ് അഡോപ്റ്റ് ചെയ്തു. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലൊക്കെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ സയന്റിഫിക് അപ്രോച്ച് ഒക്കെ കൊണ്ടുവന്നു. ഇപ്പൊ നമ്മൾ മിഡിൽ ഈസ്റ്റിലെ കാര്യം പറയുന്നത്, ദ മിഡിൽ ഏജസ് വിറ്റ്നസ്ഡ് വ്യൂസ് പറഞ്ഞു ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഏഷ്യ യൂറോപ്പ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അന്നൊക്കെ എന്താണ് അബ്നോർമാലിറ്റി കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഡിസോർഡേഴ്സ് വരുന്നത്. അപ്പൊ ഗ്രീക്ക് മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്തു? ഇസ്ലാമിക് വേൾഡ് അഡോപ്റ്റ് ചെയ്തു. ഈ സയന്റിഫിക് അപ്രോച്ച് ഒക്കെ അവരും കൂടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് അഡ്മിറ്റ് ആക്കട്ടെ. സയന്റിഫിക് അപ്രോച്ച് ഒക്കെ അവരും അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഇസ്ലാമിക് വേൾഡ് ആൻഡ് ഫ്ലറിഷ്ഡ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ലൈക്ക് ബാഗ്ദാദ്, ദമാസ്കസ് ആൻഡ് അലപ്പോ. മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ള ബാഗ്ദാദ്, ദമാസ്കസ്, അലപ്പോലൊക്കെ എന്തായി ഈ പറയുന്ന സയന്റിഫിക് അപ്രോച്ച് ഒക്കെ ഒന്നും കൂടി ഫ്ലറിഷ് ചെയ്തു. യൂറോപ്പ് വാസ് പ്ലങ്ഡ് ഇൻ ടു ഡാർക്ക്നെസ് ആസ് ഇറ്റ് റിവേർട്ടഡ് ടു ഡെമനോളജി ആൻഡ് എക്സോസിസം ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ്. പക്ഷെ യൂറോപ്പിൽ അപ്പോഴും എങ്ങനെ തന്നെയായിരുന്നു? അവിടെ ഒരു ഡാർക്ക്നെസ് തന്നെയായിരുന്നു. അവിടെ ഭൂതശാസ്ത്രവും എക്സോസിസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെന്റൽ ഇൽനെസ്സിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഭൂതാണ്, പ്രേതാണ്, പിശാചാണ് അങ്ങനെയുള്ള രീതിയിൽ തന്നെയായിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. ഇൻ ദ 14th century ആൻഡ് 15th century, യൂറോപ്പ് പ്ലേഗ്, ഫെമൈൻസ്, fiefdom and poverty led to several episodes of mass madness. The mass madness was characterized by collectivist abnormal behavior. അപ്പൊ 14th-15th സെഞ്ചുറി ഒക്കെ യൂറോപ്പിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, പ്ലേഗ്, പിന്നെ ദാരിദ്ര്യം, അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ അവിടെ വന്നപ്പോ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ എന്തായി? ഏത് ചാപ്റ്റർ? ഫസ്റ്റ് ചാപ്റ്റർ ഇടോ? BPCC 1-1 കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കുറച്ചെടുത്തിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ചാപ്റ്റർ ആണ്. അതിലെ മിഡിൽ ഏജസ്, മിഡിൽ ഏജസ് നമ്മള് മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ആൻഷ്യൻ പീരീഡ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ തലയോട്ടി ഹോളാക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഇനി മിഡിൽ ഏജസ് ആണ്. ഓക്കെ, കിട്ടിയോ? ടെക്സ്റ്റിൽ ഈ ഒരു നോട്ട് കണ്ടുവന്ന് വരില്ല. ഇത് നമ്മുടെ നോട്ടാണ് കേട്ടോ.
The mass madness was characterized by collectivist abnormal behavior, where large group of people believed that they were possessed by devil, wolves, witches, and thus behaved abnormally like howling, dancing, jumping, and convulsing. അപ്പൊ അന്നത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. ആൾക്കാർ കാണിച്ചു കൂട്ടിയതൊക്കെ അന്ന് വിശ്വസിച്ചിരുന്നത് യൂറോപ്പിൽ എന്തായിരുന്നു, ഇതൊക്കെ ഡെവിളാണ്, അല്ലെങ്കിൽ ഒരു ബാധ കൂടിയതാണ്, പ്രേതം കയറിയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽസിന്റെ പോലെ കിടന്ന് കാണിക്കുകയാണ്. അപ്പൊ ആ അബ്നോർമലി കാണിക്കുന്നതൊക്കെ എന്തായി, അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് മാറി. People could not relate the mass madness to the social stresses such as famines and plagues and believed that either they were poisoned by insect bites or were possessed by animals or supernatural powers. കണ്ടോ? അപ്പൊ ഈ മാസ് മാഡ്നസ് അല്ലെങ്കിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഈ ബുദ്ധിമുട്ടുകള് സോഷ്യൽ സ്ട്രെസ്സേഴ്സ് ആണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്, എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ്സ്, വല്ല പ്രാണികൾ കടിച്ചിട്ടുള്ള വിഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആനിമൽസിന്റെ എന്തെങ്കിലും ഉപദ്രവമായിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ ബാധ, പ്രേതം, പിശാച് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. At that time, when the first mental hospital was founded in Baghdad to treat the mental disorders, Europe was trying to treat mental illness through exorcism and witchcraft. കണ്ടോ? ബാഗ്ദാദിലെ മെന്റൽ ഹോസ്പിറ്റൽ വന്നു, അവര് സയന്റിഫിക് അപ്രോച്ച് എടുത്തുല്ലോ. കാരണം മിഡിൽ ഈസ്റ്റിൽ അപ്പോ സയന്റിഫിക് അപ്രോച്ച് വന്നു, അവര് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും യൂറോപ്പ് എങ്ങനെയായിരുന്നു, മെന്റൽ ഇൽനെസ്സിന് ട്രീറ്റ്മെന്റും വിച്ച് ക്രാഫ്റ്റും വഴിയൊക്കെയായിരുന്നു ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. മെനി പീപ്പിൾ, പെർട്ടിക്കുലർലി വുമൺ അക്യൂസ്ഡ് ഓഫ് ഹാവിംഗ് എ സീക്രട്ട് പാക്ട് വിത്ത് ഡെമോൺ ആൻഡ് വിച്ച് ക്രാഫ്റ്റ് വേർ പെർസിക്യൂട്ടഡ് ആൻഡ് ബേൺഡ് അറ്റ് സ്റ്റേക്ക് ഓർ ബിഹെഡഡ് ഇൻ പബ്ലിക്. ഒരുപാട് ആളുകൾ, കൂടുതലും സ്ത്രീകളെയായിരുന്നു അന്ന് കുറ്റപ്പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ ഈ ബാധ കയറി എന്നുള്ള രീതിയിൽ കൂടുതൽ സ്ത്രീകളെയായിരുന്നു അങ്ങനത്തെ രീതിയിൽ കണ്ടുവരുന്നത്, ബാധ കയറി പ്രേതമാണെന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അവരൊക്കെ എന്താക്കി, അവരൊക്കെ പബ്ലിക്കായിട്ട് അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതികളൊക്കെ വളരെ ക്രൂഷ്യലായിരുന്നു. ഇതാണ് മിഡിൽ ഏജസിൽ സംഭവിച്ചത്. ഇതൊക്കെയാണോ? Next, 15th to 18th century ആണ്. In the late Middle Ages, Renaissance, some doctors began rejecting superstitious ideas about mental illness. അങ്ങനെ 15-18 നൂറ്റാണ്ടായപ്പോ കുറെ ഡോക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, ഈ സൂപ്പർസ്റ്റിഷ്യസ് ഐഡിയാസ് ഒക്കെ അവർ എന്ത് ചെയ്തു, വേണ്ടാന്ന് വെച്ചു തുടങ്ങി. ഇതിലൊന്നും കാര്യമില്ല. ആൻഡ് സ്വിസ് physician Paracelsus argued that mass madness came from natural cause, not possession. കണ്ടോ? ഇപ്പൊ സ്വിസ് ഫിഷ്യൻ ആയിട്ടുള്ള പാരാസെൽസസ് എന്ന് പറഞ്ഞു, മാസ് മാഡ്നസ് ഒക്കെ വരുന്നത് നാച്ചുറൽ കോസ് കൊണ്ടാണ്, പ്രകൃതിയാ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ പൊസഷനോ അല്ലെങ്കിൽ ബാധ കയറിയതോ വിച്ച്ക്രാഫ്റ്റ് അങ്ങനെ ഒന്നല്ല. ജർമ്മൻ ഡോക്ടർ ജോഹാൻ മേയർ opposed witch hunts and believed mental disorders were illnesses, earning him the title founder of modern psychopathology. അപ്പൊ ജർമ്മൻ ഡോക്ടർ ആയിട്ടുള്ള ജോഹാൻ വെയർ എന്ത് പറഞ്ഞു, മെന്റൽ ഇൽനെസ്, മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ എന്താണ്, അസുഖങ്ങളാണ്, അല്ലാതെ വിച്ച് ഹണ്ട് ഒന്നല്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു പേര് കിട്ടി, ഫൗണ്ടർ ഓഫ് മോഡേൺ സൈക്കോപാത്തോളജി എന്നുള്ള പേരും കൂടെ കിട്ടി. However, the church and many colleagues ridiculed him. Some clergy like Saint Vincent de Paul supposed a human treatment of mentally ill. അപ്പൊ എന്ത് ചെയ്തു, ഈ മോഡേൺ സൈക്കോപാത്തോളജിയുടെ ഫൗണ്ടർ ആയിട്ട് ജോഹാൻ വെയർ അറിയപ്പെട്ടു. പക്ഷെ അപ്പോഴും കുറെ ആൾക്കാർ, ചർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊളീഗ്സ് ഒക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തു. സം ക്ലർജി ആൻഡ് ലൈക്ക് വിൻസെന്റ് ഡി പോൾ സപ്പോർട്ടഡ് ഹ്യൂമൻ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റലി ഇൽ. ഈ വിൻസെന്റ് ഡിപോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, മെന്റലി ഇൽഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് ഹ്യൂമൻ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ബൈ ദ 17th and 18th century, asylums were established across Europe. യൂറോപ്പിലെ 17-18 നൂറ്റാണ്ടായപ്പോഴൊക്കെ എന്ത് വന്നു, അസൈലം വന്നു, മെന്റൽ ഹോസ്പിറ്റലുകൾ വന്നു. ബട്ട് മെനി ബിക്കെയിം ലൈക്ക് പ്രിസൺസ്. പക്ഷെ അതിൽ കൂടുതലും എങ്ങനെയായിരുന്നു, ജയില് പോലത്തെ അവസ്ഥയായിരുന്നു. രോഗികൾ അതിൻ്റെ ഉള്ളില് അടച്ചിടും. പേഷ്യൻസ് were chained, starved, exposed for public viewing or left on the streets. കണ്ടോ? അവരെങ്ങനെയായിരുന്നു, പട്ടിണിക്കിടുക, ചങ്ങലക്കിടുക, അല്ലെങ്കിൽ തെരുവിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ഹാർഷ് മെത്തേഡ്സ് കോൾഡ് ബാത്സ്, ബ്ലീഡിംഗ്, ഇലക്ട്രിക് ഷോക്സ് were used to intimidate rather than cure. അവർക്ക് കൊടുത്തിരുന്ന ചികിത്സാ രീതി എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തില് പണിഷ്മെന്റ് പോലെ കൊടുക്കുന്നത്. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഷോക്ക് അടിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാക്കിപ്പിക്കുക, കോൾഡ് ബാത്ത്, ഇതൊക്കെയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. were used to intimidate rather than cure. Humanitarian reforms began with the Philippe Pinel in France, who freed patients
from chains and promoted compassion and kindness. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിലിപ്പെ പൈനൽ വന്നത്. ഫ്രാൻസിലുള്ള വ്യക്തിയാണ്. പേഷ്യൻസിനെ ചങ്ങലയിൽ നിന്ന് റിമൂവ് ചെയ്തു. ഒരു കമ്പാഷനും കൈൻഡ്നെസ്സും ഒക്കെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇൻ ഇംഗ്ലണ്ട് വില്യം ടൂക്ക് ഫൗണ്ടഡ് ദ യോർക്ക് റിട്രീറ്റ്, ഓഫറിംഗ് എ പീസ്ഫുൾ എൻവയറൺമെന്റ്, ഫ്രഷ് എയർ ആൻഡ് ഹെൽത്തി ഫുഡ്. ഇംഗ്ലണ്ടിൽ എങ്ങനെയായിരുന്നു വില്യം ടൂക്ക് വന്നിട്ട് യോർക്ക് റിട്രീറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതായത് അവർക്ക് പീസ്ഫുൾ ആയിട്ടുള്ള, പേഷ്യൻസിന് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, ഫ്രഷ് ആയിട്ടുള്ള എയർ കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. സപ്പോർട്ടേഴ്സ് ലൈക്ക് തോമസ് വർക്ക്ലി ആൻഡ് സാമുവൽ ഹിച്ച് ബ്രോട്ട് ട്രെയിൻസ്, നഴ്സസ് ആൻഡ് ഹ്യൂമൻ കെയർ. അതിന് സപ്പോർട്ട് ചെയ്തിട്ട് കുറെ ആൾക്കാർ വന്നു. നിങ്ങൾ ഈ പേരുകളൊന്നും പഠിക്കുന്നത് നിർബന്ധമില്ല കേട്ടോ. ഫിലിപ്പെ പൈനൽ പഠിക്കുക. നമ്മൾ ഇനി അഗെയിൻ നമ്മൾ ആ ഒരു പേര് വെക്കും, ഫിലിപ്പെ പൈനൽ പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ വിട്ടോളൂ. ഇംഗ്ലണ്ടിൽ അതേപോലെ സപ്പോർട്ട് ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഫിലിപ്പെ പൈനൽ പഠിക്കുക. Laws such as Lunacy Inquiry Act and the County Asylum Act mandated clean environments, proper diets and banned chaining. ഒരു നിയമം വരികയാണ്, ലുനാസി ഇൻക്വയറി ആക്ട്, അതുപോലെ തന്നെ കോൺടി അസൈലം ആക്ട്. ഇത് രണ്ടിലും എന്ത് ചെയ്തു? പേഷ്യൻസിനെ ക്ലിയർ ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള എൻവയറൺമെന്റ്സ്, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, ഡയറ്റ്, പിന്നെ അതുപോലെ തന്നെ ചെയിനിങ് ഒക്കെ ബാൻ ചെയ്തു. ചങ്ങലക്കിടുന്ന അവസ്ഥയൊക്കെ നിർത്തലാക്കാനായിട്ടുള്ള നിയമങ്ങൾ വന്നു. ദീസ് റിഫോംസ് സ്പ്രെഡ് ടു ബ്രിട്ടീഷ് കോളനീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ, കാനഡ ആൻഡ് ഓസ്ട്രേലിയ. ആ നിയമങ്ങളൊക്കെ എവിടേക്ക് കൂടെ പറഞ്ഞു? ബ്രിട്ടീഷ് കോളനികളായിട്ടുള്ള ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലോട്ടും എത്തി. ഇൻ ദ USA, ബെഞ്ചമിൻ റഷ്, ഫൗണ്ടർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി, പ്രൊമോട്ടഡ് മോറൽ മാനേജ്മെന്റ് അഡ്രസ്സിംഗ് പേഷ്യൻസ് പേഴ്സണൽ, social and spiritual needs. This approach led to high recovery rates and marked turning a point from punishment to treatment in mental health. അങ്ങനെ USA ബെഞ്ചമിൻ റഷ് വരെയാണ്, അമേരിക്കൻ സൈക്കാട്രിയുടെ ഫൗണ്ടർ ആണ്. മോറൽ മാനേജ്മെന്റ് എന്നൊരു സംഭവം പ്രൊമോട്ട് ചെയ്യണം. അതായത് പേഷ്യൻസിന്റെ പേഴ്സണൽ, സോഷ്യൽ, സ്പിരിച്വൽ നീഡ്സ് ഒക്കെ എന്തൊക്കെയാണ്, അവരുടെ നീഡ്സിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ടും ട്രീറ്റ്മെന്റും ഒക്കെ അവർക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ പണിഷ്മെന്റിൽ നിന്നും ട്രീറ്റ്മെന്റിലോട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് അവിടെ മെന്റൽ ഹെൽത്ത് കെയർ അപ്പാടങ്ങള് മാറി. ഇതാണ് 15th to 18th സെഞ്ചുറിയിൽ സംഭവിച്ചത്. എന്തൊക്കെയായിരുന്നു? മിഡിൽ ഏജസും റിനൈസൻസും ആണ് അവിടെ പറയുന്നത്. പാരാസെപ്സിന്റെ കാര്യം പറയാ, മാസ് മാഡ്നസ് നാച്ചുറൽ കോസ് കൊണ്ടാണ്, പൊസഷൻ അല്ല എന്നുള്ളത് പറയാ. ജോഹാൻ വയർ പഠിക്കുക, ഫൗണ്ടർ ഓഫ് മോഡേൺ സൈക്കോപാത്തോളജി ആണ്. പിന്നെ അതിനുശേഷം അസൈലംസ് വന്നു. യൂറോപ്പിലെ അസൈലംസ് ഉണ്ടായിരുന്നു, പക്ഷെ ലൈക്ക് പ്രിസൺ ആയിരുന്നു. ചേഞ്ച് ചെയ്തു, സ്റ്റാർവ് ചെയ്തു, എക്സ്പോസ്ഡ് പബ്ലിക് വ്യൂയിങ്, പിന്നെ സ്ട്രീറ്റുകളിൽ ലെഫ്റ്റ്, അങ്ങനെയുള്ള ഹാർഷ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തു. അങ്ങനെയുള്ള ഒക്കെ നിൽക്കുമ്പോഴാണ് ഹ്യൂമാനിറ്റേറിയൻ റിഫോം ചെയ്യാനായിട്ട് ഫിലിപ്പെ പൈനൽ വന്നത്. പേഷ്യൻസിനെ ഒരു കമ്പാഷൻ, കൈൻഡ്നെസ് ഒക്കെ കൊടുത്തു, ചെയിനിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു, അവർക്ക് ഫ്രഷ് എയർ, അവർ കിടക്കുന്ന റൂമുകളിലൊക്കെ വെളിച്ചം കിട്ടുന്ന ഒരു അവസ്ഥ. പിന്നെ മെന്റൽ ഹോസ്പിറ്റലുകളിലൊക്കെ അവർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഒഴിവ് സമയങ്ങളിൽ എക്സസൈസ് കൊടുക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഫിലിപ്പെ പൈനലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ തന്നെ ഇവർക്കൊക്കെ ഒരു മാറ്റങ്ങൾ കണ്ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഈ പേരുകളൊന്നും വേണ്ടെന്ന് വെച്ചോട്ടോ. വില്യം ടൂക്ക് പഠിക്കണമെന്നില്ല, തോമസ് വാക്ലി, സാമുവൽ ഹിച്ച്, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയപ്പോ ഓർമ്മ നിൽക്കില്ല. പിന്നെ ലുനാസി ഇൻക്വയറി ആക്ട് എഴുതുക, കോണ്ടി അസൈലം ആക്ട് വന്നു. അങ്ങനെ ബ്രിട്ടീഷ് കോളനീസ് ആയിട്ടുള്ള ഇൻക്ലൂഡിങ് ഇന്ത്യ, കാനഡ ആൻഡ് ഓസ്ട്രേലിയ ഒക്കെ എന്ത് ചെയ്തു? ഈ ഒരു മെന്റൽ ട്രീറ്റ്മെന്റ് ഒന്നുകൂടെ റീഫോം ചെയ്യാണ്. അതിനുശേഷം ബെഞ്ചമിൻ റഷ് മോറൽ മാനേജ്മെന്റ് കൊണ്ടുവന്നു. പേഷ്യൻസിന്റെ പേഴ്സണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ നീഡ്സ് അഡ്രസ് ചെയ്യാനായിട്ട്. അങ്ങനെ പണിഷ്മെന്റിൽ നിന്നും ട്രീറ്റ്മെന്റിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് വരുന്നത് 19th to 20th century ആണ്. By the 19th century, moral management of mental illness due to overcrowded hospitals, cultural conflicts, and the rise of biomedical views that focused on biological causes rather than environmental ones. അങ്ങനെ 19ാം നൂറ്റാണ്ടിൽ എന്തായി? മോറൽ മാനേജ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ് ആണ്. പക്ഷെ അത് കുറഞ്ഞു, കാരണം ഒരുപാട് ഹോസ്പിറ്റലുകൾ വന്നു. അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ഒരുപാട് അധികം വന്നപ്പോ കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. അപ്പൊ ആ ഒരു മോറൽ മാനേജ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് കുറഞ്ഞു വന്നു. ദ മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് ലെഡ് ബൈ റിഫോമേഴ്സ് ലൈക്ക് ഡോറോത്തിയ ഡിക്സ് fought for human treatment, better hospital conditions, and government-funded mental hospitals. The campaign succeeded in raising funds and building new facilities, improving care in many countries. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് ഡോറോത്തിയ ഡിക്സ് കൊണ്ടുവന്നത്. അതും ഒരു ഹ്യൂമൻ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ബെറ്റർ ഹോസ്പിറ്റൽ കണ്ടീഷൻസ് ഒക്കെ ആക്കുക, പിന്നെ ഗവൺമെന്റിൽ നിന്ന് സഹായങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള മെന്റൽ ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നു. അപ്പൊ ആ ഒരു ഡോറോത്തിയ ഡിക്സിന്റെ ക്യാമ്പയിൻ വളരെയധികം
സക്സീഡഡ് ആയിട്ടുണ്ട്. കാരണം ഫണ്ടും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യാനും ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനും ഒരുപാട് രാജ്യങ്ങളിലോട്ട് അതൊക്കെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Despite these efforts by the late 19th and early 20th century, many hospitals remained overcrowded. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോഴും ഒരുപാട് ഹോസ്പിറ്റല് ഓവർ ക്രൗഡഡ് ആയിട്ട് നിന്നു. തിരക്ക് കൂടുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും അവിടുത്തെ കണ്ടീഷൻസും ഫെസിലിറ്റീസും ഒക്കെ മോശമായി തീരും. പബ്ലിക് ഒപ്പീനിയൻ ഓഫൺ വ്യൂഡ് ദം ആസ് ഡേഞ്ചറസ് പ്ലേസസ്. അതായത് പബ്ലിക് വിശ്വസിച്ചിരുന്ന എന്താണ്, മെന്റൽ ഹോസ്പിറ്റൽ എന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ആൻഡ് സൈക്കാട്രിസ്റ്റ് ക്രൂഡ് ട്രീറ്റ്മെന്റ്സ് ഫെയിൽഡ് ടു ബ്രിങ് റിയൽ ഇംപ്രൂവ്മെന്റ്. സൈക്കാട്രിസ്റ്റിന്റെ ഭയങ്കര ക്രൂഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ശരിക്കുള്ള ഒരു ഇംപ്രൂവ്മെന്റ് പേഷ്യൻസിൽ കൊണ്ടുവന്നില്ല. ഇൻ ദ മെയിൻ 20th century, psychiatric drugs revolutionized treatment, reducing symptoms and allowing patients to live outside asylum. അങ്ങനെ 20ാം നൂറ്റാണ്ടിലെ സൈക്കാട്രിക് ഡ്രഗ്സ് വന്നു. ഡ്രഗ്സ് വന്നപ്പോ എന്തായി, ട്രീറ്റ്മെന്റ് ഒന്നും കൂടി റെവല്യൂഷനായി, ഒരു പരിണാമം വന്നു. സിംറ്റംസ് കുറഞ്ഞു, പേഷ്യൻസിനെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തോട്ട് പോകാനുള്ള അവസരങ്ങൾ കിട്ടി. ദിസ് ലെഡ് ടു ദി ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ മൂവ്മെന്റ്. ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, പേഷ്യൻസിനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടണ്ട, അവരെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. വിച്ച് എയിം ടു ക്ലോസ് മെന്റൽ ഹോസ്പിറ്റൽസ്. കണ്ടോ, ലക്ഷ്യം എന്തായിരുന്നു, മെന്റൽ ഹോസ്പിറ്റൽസ് അടച്ചുപൂട്ടുക. ഇന്റഗ്രേറ്റ് പേഷ്യൻസ് ബാക്ക് ഇൻ ടു സൊസൈറ്റി, പേഷ്യൻസിനെ സൊസൈറ്റിയിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. ആൻഡ് പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ, കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. കൺട്രീസ് ലൈക്ക് ഇംഗ്ലണ്ട്, ഇറ്റലി ആൻഡ് നെതർലാൻഡ്സ് ക്ലോസ്ഡ് ലാർജ് നമ്പർ ഓഫ് മെന്റൽ ഹോസ്പിറ്റൽസ്. ഈ ഇംഗ്ലണ്ട്, ഇറ്റലി, നെതർലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് മെന്റൽ ഹോസ്പിറ്റൽസ് ഒക്കെ ക്ലോസ് ചെയ്തു. ഷിഫ്റ്റിംഗ് കെയർ ടു സ്മോളർ ഫെസിലിറ്റീസ് ഓർ ഫാമിലി സിറ്റിംഗ്സ്. അപ്പൊ അവർക്ക് അവരുടെ കെയർ ഒക്കെ എങ്ങനെ കൊടുത്തു, ചെറിയ ചെറിയ സംഭവങ്ങളിലോട്ട്, അതായത് ഈ ഫാമിലി സെറ്റിംഗ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിനിക്ക് പോലത്തെ സംഭവങ്ങളില്ലേ, അതിലോട്ടൊക്കെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റി. ഹവർ മെനി പേഷ്യൻസ് സ്ട്രഗിൾഡ് ടു റീഅഡ്ജസ്റ്റ് ആൻഡ് ബിക്കേം ഹോംലെസ് ഓർ സോഷ്യലി ഐസൊലേറ്റഡ്. അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെയും പ്രശ്നങ്ങൾ വരികയാണ്. ഒരുപാട് പേര് റീഅഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്തു. ചിലർ ഹോംലെസ് ആണ്, അല്ലെ, വീടില്ലാത്തവരുണ്ടായിരുന്നു. ചിലർ വീട്ടുകാരെ ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. സോഷ്യലി ഐസൊലേറ്റഡ് ആയിരുന്ന ഒരുപാട് പേഷ്യൻസ് അപ്പോഴും വന്നു. ദി ക്ലോഷർ ഓഫ് ഹോസ്പിറ്റൽസ് ഓൾസോ ലെഫ്റ്റ് മേജർ ഗ്യാപ്സ് ഇൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസസ്. അങ്ങനെ ഈ ഒരു ഹോസ്പിറ്റൽസ് അടച്ചതോടുകൂടി മേജർ ഗ്യാപ്സ് ഇൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസസ്, കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസസിലെ ഒരുപാട് ഗ്യാപ്പ് അപ്പോൾ വന്നു. കാരണം എന്താ, ഒരുപാട് പേര് അപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുക. വീട്ടുകാരായിട്ട് വേണ്ടാന്ന് വെക്കുന്നവർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നവർ, ഇയാൾക്ക് ഭ്രാന്താണ്, വട്ടാണ്, ഇയാളുടെ അടുത്തേക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇയാളെ നോക്കന്നെ വേണ്ട, അങ്ങനെ രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരെപ്പോഴും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. By the 21st century, advances in biological and psychological treatments made large mental hospital less necessary, but challenges in rehabilitation remain. അങ്ങനെ 21ാം നൂറ്റാണ്ട് എത്തിയപ്പോ എന്തായി, ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് വന്നു. ഒരുപാട് മെന്റൽ ഹോസ്പിറ്റൽസ് അപ്പൊ ആവശ്യമായി വന്നു. എന്റെ ഇടയിൽ അടച്ചുപൂട്ടലായിരുന്നു. പിന്നീട് എന്തായി, പിന്നെയും മെന്റൽ ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് വന്നു. പക്ഷെ അപ്പോഴും റീഹാബിലിറ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. പേഷ്യൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഓൾസോ fueled modern scientific approaches to understand treating mental disorders. അങ്ങനെ ഇൻഡസ്ട്രിയലും ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഒക്കെ വന്നു. അപ്പോഴും എന്താണ്, മോഡേൺ സയന്റിഫിക് അപ്രോച്ച് ഒക്കെ കൊണ്ടുവന്നു. മെന്റൽ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. ഇതാണ് 19th to 20th സെഞ്ചുറിയിൽ സംഭവിച്ചത്. ഒന്നും കൂടെ പറഞ്ഞുതരാൻ ചുരുക്കിയിട്ട്, 19ാം നൂറ്റാണ്ടിൽ എന്തുണ്ടായി, മോറൽ മാനേജ്മെന്റ് ഡിക്ലൈൻഡ് ആയി. കാരണം ഹോസ്പിറ്റൽസ് ഒക്കെ ഓവർ ക്രൗഡഡ് ആയി, കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ഒക്കെ വന്നു. പിന്നെ മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് വന്നു. ഡൊറോത്തിയ ഡിക്സ് ആണ് കൊണ്ടുവന്നത്. ഹ്യൂമൻ ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ കണ്ടീഷൻസ്. ഗവൺമെന്റ് ഫണ്ടഡ് മെന്റൽ ഹോസ്പിറ്റൽസ് ക്യാമ്പയിൻ ഓൾമോസ്റ്റ് സക്സസ് ആയിരുന്നു. കാരണം എന്താ, ഫണ്ടും കാര്യങ്ങളൊക്കെ റേസ് ചെയ്തു, പുതിയ ബിൽഡിങ്ങുകൾ വന്നു, ഫെസിലിറ്റീസ് വന്നു, ഭയങ്കര പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാനായിട്ട് പറ്റി. പിന്നെ 19th 20th സെഞ്ചുറി ഒക്കെ ആയപ്പോൾ ഹോസ്പിറ്റൽസ് ഓവർ ക്രൗഡഡ് ആയിട്ട് നിന്നു, ഭയങ്കര കണ്ടീഷൻസ് ഒക്കെ മോശമായി. ആളുകൾ പറഞ്ഞിരുന്നത് മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് പ്ലേസ് ആണ്. സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ ഭയങ്കര ക്രൂഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ റിയൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റാണ്ടായി. 20ാം നൂറ്റാണ്ടിന്റെ പകുതി എത്തിയപ്പോൾ എന്തായി, സൈക്കാട്രിക് ഡ്രഗ്സുകൾ വന്നു. അപ്പൊ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു കണ്ടു. പേഷ്യൻസിനെ
ഔട്ട്സൈഡ് അസൈലം കൊണ്ടുവരാനായിട്ട് പറ്റി. അതായത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റി. അത് ഡീ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ മൂവ്മെന്റിന് കാരണമായി. അതായത് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? മെന്റൽ ഹോസ്പിറ്റൽസ് അടച്ചുപൂട്ടുക, പേഷ്യൻസിനെ സൊസൈറ്റിയിലോട്ട് കൊണ്ടുവരിക, കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഇംഗ്ലണ്ട്, ഇറ്റലി, നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മെന്റൽ ഹോസ്പിറ്റലുകൾ അടച്ചുപൂട്ടി. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സ്മോളർ ഫെസിലിറ്റീസ്, ഫാമിലി സെറ്റിംഗ്സിലോട്ടൊക്കെ മാറ്റി. പക്ഷെ അപ്പോഴും കുറച്ചു പേരൊക്കെ അപ്പോഴും സോഷ്യൽ ഐസൊലേറ്റഡ് ആയി, ഹോംലെസ് ആയി, റീഅഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ ഈ ഒരു ഹോസ്പിറ്റൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് അപ്പോഴും എന്തായി? ഒരു കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസസിൽ ഒരു ഗ്യാപ്പായി. അപ്പോഴൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ്. ദെൻ പിന്നെയും 21st സെഞ്ചുറിയിൽ ബയോളജിക്കൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് വന്നപ്പോൾ പിന്നെയും മെന്റൽ ഹോസ്പിറ്റൽസിന്റെ ആവശ്യം വന്നു. പക്ഷെ അപ്പോഴും എന്തായിരുന്നു? റിഹാബിലിറ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അത് അപ്പോഴും അവിടെ റിമൈൻ ചെയ്തു. ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് വന്നപ്പോൾ ഒന്നും കൂടി ഡിസോർഡേഴ്സിനെ കുറച്ചും കൂടി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, കണ്ടംപററി പെർസ്പെക്റ്റീവ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. Biological perspective. Extensive research by several scientists spanning over a century led to the discovery of biological and anatomical causal factors underlying physical and mental disorders. For example, general paralysis, a mental disorder which led to paralysis, insanity, and death within 2 to 5 years. അപ്പൊ ഒരുപാട് റിസർച്ചുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് നടക്കുമ്പോൾ എന്താ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ബയോളജിക്കൽ അനാറ്റമിക്കൽ കോസൽ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു. ഈ ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഇതിന്റെ പിന്നിലെ ബയോളജിക്കൽ അല്ലെങ്കിൽ അനാറ്റമിക്കൽ കോസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ജനറൽ പാരസിസ്. ജനറൽ പാരസിസ് എന്ന് പറയുമ്പോൾ മെന്റൽ ഡിസോർഡർ വിച്ച് ലെഡ് ടു പാരലൈസിസ്. പാരലൈസിസ് എന്ന് പറയുമ്പോൾ എന്താ? തളർന്നു പോവുക. നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട്, ഇപ്പൊ കൈയോ കാലോ ഒക്കെ തളർന്നു പോവുക. പക്ഷെ കാരണം എന്താ? മെന്റൽ ഡിസോർഡർ. അപ്പൊ ഒരു കണക്ഷൻ കണ്ടോ? നമ്മുടെ മെന്റൽ ഡിസോർഡറും ഫിസിക്കലി നമ്മളത് ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി തുടങ്ങി. ആൻഡ് ഡെത്ത് വിത്തിൻ 2 to 5 years. അപ്പൊ അന്ന് കണ്ടുപിടിച്ചിരുന്നത് ഈ ജനറൽ പാരസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് 2-5 വർഷത്തിനുള്ളിൽ ഈ പേഷ്യന്റ് മരിച്ചു പോകും. അവരുടെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു പോകും. അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ അന്ന് കണ്ടെത്തി. The discovery that general paralysis is caused by syphilis, a bacterial infection of brain, was a breakthrough in the field of psychopathology as it established the link between the brain and mental disorders. കണ്ടോ? ജനറൽ പാരസിസ് ഉണ്ടാവുന്നതിന് കാരണം സിഫിലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. അത് എവിടെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ബ്രെയിനിൽ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ജനറൽ പാരസിസ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ പാരലൈസ്ഡ് ആയിട്ട് പോകും. അപ്പൊ കണ്ട, ആ ഒരു ബ്രെയിനും മെന്റൽ ഡിസോർഡേഴ്സും തമ്മിലുള്ള ഒരു ബന്ധം വന്നു. And it provided an impetus to the view that all mental disorders have underlying organic basis, thereby opening a new gateway for the biologically based treatment techniques such as lobotomies were proved ineffective and so were discouraged. അപ്പൊ അങ്ങനെ എന്തായാലും ഒരു പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ വരാം. ബയോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്കുകൾ വന്നു. അതായത് ലോബോട്ടോമി. ലോബോട്ടോമി എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഡായിട്ട് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞില്ലേ, ഈ തലയോട്ടിയിൽ ഒരു ലക്ഷൻ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ലോബോട്ടോമി. ബ്രെയിനിൽ എന്തോ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് മെന്റൽ ഡിസോർഡേഴ്സ് വരുന്നത്. അപ്പൊ ബ്രെയിനിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിനെ ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലക്ഷൻ, ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അസുഖം പോവും എന്നുള്ള രീതി. അതായിരുന്നു ലോബോട്ടോമി. പക്ഷെ അത് ഇനഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അതെന്തായിരുന്നു? അത് ഭയങ്കര ആ ഒരു കണക്ഷൻ കണ്ടെത്തിയത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ബൈ എ ജർമ്മൻ സൈക്കാട്രിസ്റ്റ് എമിൽ ക്രിപ്ലിൻ വാസ് അനദർ മേജർ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് സൈക്കോപാത്തോളജി. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്തു? എമിൽ ക്രിപ്ലിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് കൊണ്ടുവന്നു. ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. ക്രിപ്ലിൻ ഒബ്സർവ് ദാറ്റ് certain symptoms occur together regularly in a specific pattern which can be grouped to denote a specific mental disorder. കണ്ടോ? അദ്ദേഹം ഒരേ തരത്തിലുള്ള സിംറ്റംസിനെ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി മാറ്റി. റെഗുലർലി അതിനെ ഒരു സ്പെസിഫിക് പാറ്റേൺ ഒക്കെ കണ്ടെത്തിയിട്ട് ഒരേ ടൈപ്പിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു. ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻ ഹി വെന്റ് ഓൺ ടു ഗിവ് എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വിച്ച് പുട്ട് ദ മെന്റൽ ഡിസോർഡേഴ്സ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് കാറ്റഗറീസ് വിത്ത് ദെയർ ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഓരോന്നിനും ഓരോ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഒരു ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി ആക്കി.
അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യമാണ്. സിംറ്റംസ് ഒക്കെ ഒരേ രീതിയിൽ കണ്ടുപിടിച്ചു, അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, അതിനൊരു ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി ആക്കി, അതിന്റെ കോഴ്സ്, അതിന്റെ പ്രെഡിക്റ്റഡ് ഔട്ട്കം. കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, കാലയളവ്. ഒരു ഡിപ്രഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 2 മാസം, ഇങ്ങനെ രീതിയിൽ ഒരു കോഴ്സ്, പിന്നെ അതിന്റെ ഔട്ട്കംസ്, അങ്ങനെ കോൺസിക്വൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി ക്ലാസിഫിക്കേഷൻ കൊടുത്തു. ദിസ് ലൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ ടുഡേസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സച്ച് ആസ് DSM. ഇന്ന് നമ്മൾ പഠിക്കുന്ന DSM. DSM ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ പിന്നാലെ വന്നിട്ടുള്ളത്. ഇപ്പൊ തുടക്കം എന്ന് പറയുന്നത് എമിൽ ക്രീപ്ലിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ്. അതിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന DSM ആയിക്കോട്ടെ, ICD ആയിക്കോട്ടെ, അതിനൊക്കെ റീസൺ അതിന്റെ റൂട്ട് കിടക്കുന്നത് എവിടെയാണ്, എമിൽ ക്രീപ്ലിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് തൊട്ടിട്ട് നാളെ എടുക്കാം കേട്ടോ. കുറച്ചധികമുണ്ട് ഈ ഒരു ചാപ്റ്റർ, വലിയൊരു ചാപ്റ്റർ ആണ്. 3-4 ദിവസം ഉണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് കേട്ടോ. സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് നാളെ ഉണ്ടായിരിക്കില്ല, ഇനി മൺഡേ ആണ് കേട്ടോ ക്ലാസ് ഉണ്ടാവുക. മൺഡേ ഈ ഒരു ടൈമിൽ നമുക്ക് ക്ലാസ് വെക്കാം. സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി മൺഡേ കാണാം. ഓക്കെ, ബൈ. Thank you. ഓക്കെ, താങ്ക് യു.